ഈ ലോകത്തിൽ തിന്മകൾ ഇല്ലാത്ത ആരുമേയില്ല. എല്ലാവരിലും പാപങ്ങളുണ്ട്, കുറവുകളുണ്ട്. പാപമില്ലാത്ത, കുറവില്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് ഈശോ. അതുകൊണ്ട് പൗലോസ്ലീഹ തീത്തോസിനോട് പറയുകയാണ്, അധ്യായം 3 വാക്യം 2, ആരെയും കുറിച്ച് തിന്മ പറയരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കാരണം ഞാൻ ആരെങ്കിലിനെ കുറിച്ച് തിന്മ പറയുകയാണെങ്കിൽ അവിടെ ഞാൻ പാപം ചെയ്യുകയാണ്. പിന്നെ അവിടെ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ തിന്മകൾ കാണുമ്പോൾ 2 കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. 1, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ ആ വ്യക്തിയോട് ചെന്ന് സ്നേഹത്തോടു കൂടെ അതിനെക്കുറിച്ച് പറയുക. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ദൈവമക്കളെ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം.